ഇന്ന് മാലദ്വീപ്സിൽ ലാസ്റ്റ് ഡേ ആട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരമാണ്. നമ്മൾ എങ്ങനെയാണ് ഇന്ന് ഇവിടെ വന്നത്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എത്രയായി ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ വന്നത് ബജറ്റ് ഹോളിഡേയ്സ് ത്രൂ ആണ്. അവർ വെരി അപ്രോച്ചബിൾ ആണ്, ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു തരും. പിന്നെ എത്രയായി ടോട്ടൽ കോസ്റ്റ് എന്നാണ്, ഒരു 1.5 ലക്ഷത്തിനുള്ളിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് നിന്നു. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഒരു 20,000 റുപ്പീസ് നമ്മൾ ആദ്യം ബജറ്റ് ഹോളിഡേയ്സിന് കൊടുത്തു. പിന്നെ ഒരു 50,000 റുപ്പീസ് നമ്മൾ താമസിച്ച ഹോട്ടൽ കൊടുത്തു. അത് അക്കോമഡേഷൻ പ്ലസ് ഫുഡ് ആട്ടോ. എല്ലാ ദിവസവും 3 നേരത്തെ ഫുഡ് നമുക്കുണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. അത് $US ആയിട്ടാണ് അവർക്ക് കൊടുത്തത്. അവിടെ എല്ലാം $US കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മണി കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീസ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നത് സ്നോർക്കലിങ്ങും ഫിഷിങ്ങും ആയിരുന്നു. ബാക്കി നമ്മൾ ചെയ്ത എക്സ്ട്രാ എല്ലാ വാട്ടർ ആക്ടിവിറ്റീസും നമ്മൾ പേയ്മെൻറ്റ് അവിടെ ചെയ്തു. അത് സ്കൂബ ഡൈവിങ്ങിന് 2 പേർക്കും കൂടി $100, പിന്നെ നമ്മുടെ ബാക്കി ചെയ്ത വാട്ടർ ആക്ടിവിറ്റീസ് പാരാസെയിലിംഗ് ഒക്കെ ഉള്ളതിന് നമുക്കായത് ഒരു $200 ആണ് 2 പേർക്കും കൂടി. പിന്നെ ടിക്കറ്റ് അതൊരു 30,000 2 പേർക്കും കൂടി അപ്പ് ആൻഡ് ഡൗൺ കിട്ടി. അപ്പോൾ ഏറെക്കുറെ ഇത്രയായിരുന്നു. പിന്നെ നമ്മുടെ അല്ലറ ചില്ലറ ചിലവുകളും. എന്തായാലും ഈ വെക്കേഷൻ മാലദ്വീപ്സിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. നിങ്ങളും പൊക്കോട്ടോ.